നന്മയ്ക്ക് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നന്മയെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ നന്മയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരാൾക്ക് ദ്രോഹമാകുന്നില്ലെങ്കിൽ അതെന്താണ്? നന്മയാണ്, നിങ്ങളുടെ നന്മയാണ്. നിങ്ങളുടെ വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളോ മറ്റൊരാൾക്ക് ദ്രോഹമാകുന്നില്ല എങ്കിൽ എന്താണ്? അത് നന്മയാണ്, നിങ്ങളുടെ നന്മയാണ്. നന്മയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ പിന്തള്ളപ്പെടുകയില്ലെന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടാലും അവർ 10 മടങ്ങ് ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കേട്ടോ. നന്മയുള്ള വ്യക്തികളെ തകർക്കാൻ ആർക്കും കഴിയില്ല. വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, നിഷ്കളങ്കമായ ഹൃദയത്തിനുടമേ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ലോകപ്രശസ്തനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നന്മയുള്ളവരെ ലോകം മാനിക്കുമെന്നാണ്. നന്മയുള്ളവരെ എന്ത് ചെയ്യും? ലോകം മാനിക്കുമെന്നാണ്. കാരണം നന്മയുള്ളവരുടെ ആ നന്മകൾ ലോകം തിരിച്ചറിയപ്പെടും. കാലാന്തരത്തിൽ അവരുടെ നന്മകൾ തിരിച്ചറിയപ്പെടുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ സത്യസന്ധത, സ്നേഹം, കാരുണ്യം, ഇതൊക്കെ എന്താണ്? നന്മയുടെ വശങ്ങൾ, നന്മയുടെ ഓരോ വശങ്ങളാണ്. അതുപോലെ നന്മയെന്ന് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല നന്മയുള്ളവരാണ്, പക്ഷേ ദേഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. നമുക്ക് ജീവിതത്തിൽ സംയമനം പാലിക്കുവാൻ കഴിയണം. പലയിടത്തും സംയമനം പാലിക്കാൻ നമുക്ക് കഴിയാതെ പോയി. അതാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അപ്പം ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സംയമനം പാലിക്കാൻ ശീലിക്കണം കേട്ടോ. ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. നമുക്കറിയാൻ ദേഷ്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ, നിങ്ങളുടെ ആഗ്രഹം ന്യായമായ ആഗ്രഹങ്ങളാണെങ്കിൽ, മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകാത്ത ആഗ്രഹങ്ങളാണ് എങ്കിൽ ആ ആഗ്രഹം ഈ സത്യപ്രപഞ്ചം നടത്തി തരുമെന്നാണ് കേട്ടോ. അപ്പം ജോലിക്കാരുടെ പറയട്ടെ, ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷേ എന്തായി മാറരുത്? ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറരുത്. ഉദാഹരണം ഞാൻ പറയുക, ഇപ്പോൾ പെട്ടെന്ന് ആഗ്രഹിക്കുക, എനിക്ക് ചന്ദ്രനിൽ പോയി താമസിക്കണം, നാളെ ചന്ദ്രനിൽ പോയി താമസിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ ന്യായമായ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകാത്ത ആഗ്രഹങ്ങളാണ് എങ്കിൽ നമ്മളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹം അതേ രൂപത്തിൽ നടന്നില്ല എങ്കിൽ നന്മയുടെ മറ്റൊരു ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നാണ് കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കേ കഴിയൂ? ജീവിതത്തിൽ നമുക്ക് സംരക്ഷണമേകാൻ ആർക്കേ കഴിയൂ? നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് മാത്രമേ കഴിയൂ കേട്ടോ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും ഘോരമായ വിപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നന്മ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, നല്ലത് പ്രവർത്തിക്കുക. നന്മയെന്ന് പറയുന്നതും നല്ലതെന്ന് പറയുന്നത് എന്താണ്? ഒന്നാണ്. നന്മ പ്രവർത്തിക്കുക, അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം.